പട്ടിക വൈകുന്തോറും ഇത്തരത്തിലുള്ള പൊട്ടിത്തെറികൾ കൂടി നമ്മൾ കാണേണ്ടി വരികയാണ്. ഇപ്പോഴിതാ KSUവിന്റെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ രാജിവെക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ആദ്യഘട്ട പട്ടികയിലില്ല, ആ സമയത്ത് വെയിറ്റ് ചെയ്തു, രണ്ടാം ഘട്ട പട്ടികയിലും ഇല്ല എന്നറിഞ്ഞതോടുകൂടിയാണ് വലിയ പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. നോബൽ മാരിക്കാരൻ, വിനീത, ഇതിപ്പോൾ വലിയ പൊട്ടിത്തെറിയെ തന്നെ വിലയിരുത്തലായിരുന്നു. കാരണം KSUവിന്റെ സംസ്ഥാന അധ്യക്ഷനാണ് അലോഷ്യസ് സേവ്യർ. അദ്ദേഹത്തെ ആദ്യം നേരത്തെ ഇടുക്കിയിലും അതോടൊപ്പം തന്നെ പൂഞ്ഞാറിലും പരിഗണിച്ചിരുന്നു. ഈ രണ്ടിടങ്ങളിൽ പരിഗണിക്കുമ്പോഴും ഇപ്പോൾ സീറ്റില്ല എന്ന് വ്യക്തമായതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ വലിയ അതൃപ്തിയുടെ ഭാഗമായി രാജിവെച്ച് പുറത്തേക്ക് പോയിരിക്കുന്നത്. KSU സംസ്ഥാന അധ്യക്ഷസ്ഥാനം ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത്. കൂടുതൽ പൊട്ടിത്തെറികളടക്കം നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. കാരണം പലയിടത്തും ഇതുപോലെ തന്നെ പല ആളുകൾക്കും സീറ്റുകൾ ഏറെക്കുറെ ഉറപ്പ് നൽകിയതാണ്. അവർക്കൊന്നും ഇപ്പോൾ സീറ്റില്ലാത്ത സാഹചര്യമാണ്. ഈ പട്ടികയുടെ പ്രാഥമിക വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിന് വീണ്ടും അതേ സാഹചര്യം തുടർന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് വലിയ തരത്തിൽ ഇനിയിപ്പോൾ കൂടുതൽ പട്ടികയുടെ യഥാർത്ഥ രൂപം പുറത്തേക്ക് വരുമ്പോൾ കൂടുതൽ ആളുകൾക്ക് സീറ്റില്ലാത്ത സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വലിയ തരത്തിൽ കൂടുതൽ പ്രതിസന്ധിയിലേക്കും രാജികളിലേക്കും ഒപ്പം പ്രതിഷേധങ്ങളിലേക്കൊക്കെ മാറാനുള്ള സാധ്യതയുണ്ട്. എൽദോസിന്റെ കാര്യത്തിലും ഇപ്പോൾ അത് സംഭവിച്ചിട്ടുണ്ട്. മറ്റ് പലയിടത്തും സമാനമായ സാഹചര്യങ്ങളുണ്ട്. പലയിടത്തും പലരും സമൂഹ മാധ്യമങ്ങളോട് ഇക്കാര്യം വ്യക്തമാക്കുന്നു. അത് മാത്രമല്ല പൊതു ഇടങ്ങളിൽ പോസ്റ്ററടക്കം പതിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ആണെങ്കിലും വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ. പ്രത്യേകിച്ച് നേരത്തെ വിസ്മയങ്ങളടക്കം പറഞ്ഞുകൊണ്ട് സ്ഥാനാർത്ഥിനിർണ്ണയം വേഗത്താക്കും എന്ന് വ്യക്തമാക്കിയ പല ആളുകളും, പ്രതിപക്ഷ നേതാവാകട്ടെ അല്ലെങ്കിൽ KPCC അധ്യക്ഷനാകട്ടെ, പ്രധാനപ്പെട്ട ആളുകളൊക്കെ പറഞ്ഞപ്പോൾ വലിയ ചർച്ചകൾക്കൊടുവിൽ രൂപം കൊടുത്തു എന്ന് പറയുന്ന പട്ടിക പുറത്തു വരുന്നതിന് മുൻപ് തന്നെ രാജികൾ ആരംഭിച്ചിരിക്കുന്നത്. പട്ടിക ഇനിയും വന്നിട്ടില്ല, പക്ഷേ പൊട്ടിത്തെറികൾ അത് രൂക്ഷം തന്നെയാണ്. റോഷിപാൽ തുടരുന്നുണ്ട്. റോഷിപാൽ, സമാനതകളില്ലാത്തൊരു പ്രതിസന്ധിയാണ് കോൺഗ്രസ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഒന്നുകിൽ മുതിർന്ന നേതാക്കൾ സമ്മർദ്ദം ചെലുത്തി സീറ്റ് നേടിയെടുക്കുന്നു. K. സുധാകരന്റെ കാര്യത്തിലൊക്കെ നമ്മൾ അത് കാണുകയാണ്. താഴെ തട്ടിലേക്ക് വരുമ്പോഴിതാ KSUവിന്റെ സംസ്ഥാന അധ്യക്ഷൻ പോലും, അതായത് വിദ്യാർത്ഥി സംഘടനാ അധ്യക്ഷൻ പോലും രാജിവെക്കുന്ന നിലയിലേക്ക് ഈ സ്ഥാനാർത്ഥി തർക്കം എത്തി നിൽക്കുകയാണ്. റോഷിപാൽ, അഭിനീത, അങ്ങനെയാണ്. കാരണം ആദ്യഘട്ടം മുതൽ ഇതിൽ ഇപ്പോൾ പട്ടിക വൈകുമ്പോൾ പൊട്ടിത്തെറി കൂടുതലാകുന്നു. ഇപ്പോൾ ഇതിൽ എൽദോസ് പെരുമ്പാവൂരിൽ കടുത്ത നിലപാട് സ്വീകരിക്കുന്നു. ദില്ലിയിൽ കേന്ദ്രീകരിച്ച് K. സുധാകരൻ പാർട്ടി നേതൃത്വത്തെ വെല്ലുവിളിച്ച് സീറ്റ് വേണമെന്ന് ആവശ്യം ഉയർത്തുന്നു. മറുഭാഗത്ത് രണ്ടാം ഘട്ട പട്ടിക ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല. ആ ഘട്ടത്തിലാണ് KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ കൂടി രാജിക്കത്ത് നൽകി കോൺഗ്രസ് നേതൃത്വത്തെ പൂർണ്ണമായും സമ്മർദ്ദത്തിലാക്കുന്നത്. കാരണം ആ നേതൃത്വം വളരെ നേരത്തെ NSU ദേശീയ അധ്യക്ഷന് ഒരു പട്ടിക കൈമാറിയിരുന്നു. അത് സംസ്ഥാന ഉപാധ്യക്ഷന്മാരും സംസ്ഥാന അധ്യക്ഷനടക്കമുള്ളവർക്ക് മത്സരിക്കാൻ താല്പര്യമുള്ള സീറ്റുകളായിരുന്നു. അതിൽ ഒരാളെ പോലും പരിഗണിച്ചില്ല എന്നാണ് ഇത്തരം ഒരു പൊട്ടിത്തെറിക്ക് വഴിയൊരുക്കിയത്. എന്തുകൊണ്ട് തങ്ങളെ അവഗണിക്കുന്നു എന്ന ചോദ്യം അവർ ഉയർത്തുന്നു. ഇത് വലിയ തലവേദനയാകും. കാരണം ഒരിടത്തെ തർക്കം തീർക്കുമ്പോൾ മറ്റൊരിടത്ത് പ്രതിഷേധമുണ്ടാകുന്നു എന്നാണ്. KSU സംസ്ഥാന നേതാക്കൾ ഒന്നാകെ പ്രവർത്തനം നിർത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. സംസ്ഥാന അധ്യക്ഷൻ രാജിവെച്ചാൽ ആ കമ്മിറ്റി സ്വാഭാവികമായും ഇല്ലാതാകും. ആ തരത്തിലേക്ക് വലിയ പൊട്ടിത്തെറിയാണ്. സംസ്ഥാന ഭാരവാഹിയല്ല, സംസ്ഥാന കമ്മിറ്റിയെ നയിക്കുന്ന സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ തന്നെയാണ് രാജിക്കത്ത് കൊടുത്തിരിക്കുന്നത്. അതോടെ സംസ്ഥാന കമ്മിറ്റി തന്നെ മൂല്യങ്ങൾക്കും ജനാധിപത്യത്തിനും മതനിരപേക്ഷതയ്ക്കും വേണ്ടി അനവധി സമരങ്ങൾ നയിക്കാൻ അവസരം ലഭിച്ചു. കഴിഞ്ഞ 10 വർഷങ്ങളായി സംസ്ഥാനത്ത് സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ തെരുവുകളിൽ പോരാടി പോലീസ് അതിക്രമങ്ങൾ നേരിട്ട് ജയിലുകളിൽ കിടന്നത് KSUവും പ്രവർത്തകരുമാണ്. എന്നാൽ ഈ സമരങ്ങളുടെ ആത്മാവും ത്യാഗവും പരിഗണിക്കാതെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ KSUവിന് അർഹമായ പ്രാതിനിധ്യം നൽകാതിരുന്നതിൽ അതീവ നിരാശയും പ്രതിഷേധവും രേഖപ്പെടുത്തുന്നു എന്ന് പറയുകയാണ്. യുവജനങ്ങളുടെ രാഷ്ട്രീയ പങ്കാളിത്തം ഉറപ്പാക്കേണ്ട ഘട്ടത്തിൽ അവരുടെ സ്വരവും ത്യാഗവും അവഗണിക്കപ്പെട്ടത് സംഘടനയുടെ ആത്മവിശ്വാസത്തെ തന്നെ ബാധിക്കുന്ന കാര്യമാണ്. KSU പ്രവർത്തകരുടെ രക്തവും വിയർപ്പും ചേർന്ന പോരാട്ടങ്ങളുടെ ഫലമായി വളർന്ന ഈ പ്രസ്ഥാനത്തിന് നീതിയുള്ള പരിഗണന ലഭിക്കാത്ത സാഹചര്യത്തിൽ സംഘടനയുടെ ആത്മാഭിമാനം കാത്തുസൂക്ഷിക്കുന്നതിനായി ഈ സ്ഥാനത്ത് തുടരുന്നത് യുക്തിസഹമല്ലെന്ന് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് രാജി. അതായത് കഴിഞ്ഞ കാലങ്ങളിലെ പോരാട്ടങ്ങൾ, സർക്കാർ വിരുദ്ധ പോരാട്ടങ്ങൾ, അതൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ്, അതല്ലെങ്കിൽ അതിൽ കൂടി ചവിട്ടി നിന്നുകൊണ്ടല്ലേ നേതാക്കന്മാരെ നിങ്ങൾ ഈ സ്ഥാനാർത്ഥി പട്ടികയൊക്കെ പ്രഖ്യാപിക്കുന്നത് എന്ന് കൂടി ചോദിക്കുകയാണ് KSU അധ്യക്ഷൻ, അല്ലേ റോഷിപാൽ? ശരി, KSU സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജിവെച്ചിരിക്കുകയാണ് ഇപ്പോൾ അലോഷ്യസ് സേവ്യർ. പാർട്ടി നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽ ഈ അവഗണന സംബന്ധിച്ച വിഷയങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കത്ത് എഴുതിയാണ് രാജി സമർപ്പിച്ചിരിക്കുന്നത്.
KSUവിന് അർഹമായ പ്രാതിനിധ്യം നൽകാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് രാജി. ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും കോൺഗ്രസിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്ര വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ KPCC ജനറൽ സെക്രട്ടറിമാരൊക്കെ രാജിവെക്കുന്നത് കണ്ടു. അതിലൊരാൾ ഇന്ന് ആലപ്പുഴയിലെ ജോബിന് BJP അംഗത്വം നൽകി സ്ഥാനാർത്ഥിയാക്കുന്നത് കണ്ടു. അങ്ങനെ പല രീതിയിലുള്ള പൊട്ടിത്തെറികളാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം, ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയും ഇത് തന്നെയാണ്. KSU സംസ്ഥാന പ്രസിഡന്റാണ് രാജിവെച്ചിരിക്കുന്നത്. ഇടുക്കിയിലും പൂഞ്ഞാറിലും പരിഗണിച്ചിരുന്ന അലോഷ്യസ് സേവ്യറിനെ ആദ്യം പരിഗണിച്ചത് പീരുമേട്ടിലാണ്. അവിടെ പ്രാദേശിക നേതൃത്വം എതിർപ്പ് അറിയിച്ചു. ഇതിന് പിന്നാലെയാണ് ഇടുക്കിയിൽ പരിഗണിച്ചത്. ഇടുക്കിയിൽ മുതിർന്ന നേതാക്കൾ പട്ടികയിലുള്ളതിനാൽ ഇടുക്കിയിൽ തഴഞ്ഞു. അതിനുശേഷം പൂഞ്ഞാറിലെത്തുന്നു. പൂഞ്ഞാറിലും വലിയ രീതിയിലുള്ള പ്രതിഷേധവും പോസ്റ്ററും ഒക്കെ ഇന്നും നമ്മൾ കാണുകയാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ KSU അധ്യക്ഷന്റെ രാജി വന്നിരിക്കുന്നത്.